നമുക്കറിയാം, കേരളം സോഫ്റ്റ്വെയർ ഉൽപ്പാദനത്തിൽ വലിയ മികവ് നേരത്തെ നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഹാർഡ്വെയർ ഉൽപ്പാദന രംഗത്തും നമ്മൾ നല്ലതുപോലെ ഇടപെടുകയാണ്. അതോടൊപ്പം തന്നെ സോളാർ പാനൽ നാം ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നു. ലിഥിയം ബാറ്ററി നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നു. വലിയ മാറ്റം കേരളത്തിൻ്റേതാണിതൊക്കെ. ഈ കേരളം ആ രീതിയിൽ മാറണമെന്നാണ് നമ്മുടെ യുവത ആഗ്രഹിക്കുന്നത്. ഉൽപ്പതിഷ്ണുക്കളായ യുവാക്കളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ചുള്ള ഒരു കേരളം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് നാം ഏർപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അതിനനുസൃതമായി വ്യാവസായിക രംഗം നല്ലതുപോലെ അഭിവൃദ്ധിപ്പെട്ടു പോവുകയാണ്. വ്യാവസായിക മേഖലയെക്കുറിച്ച് പറയുമ്പോൾ കേരളം വ്യവസായത്തിന് പറ്റിയ നാടല്ല എന്നൊരു ചിന്തയാണ് പൊതുവെ നേരത്തെ ഉണ്ടായിരുന്നത്. നിക്ഷേപ സൗഹൃദമല്ല. അതിൻ്റെ റാങ്കിങ് ഒക്കെ എടുത്താൽ നമ്മൾ വളരെ പിറകിലായിരുന്നു. ഇപ്പോഴോ എന്താ സംഭവിച്ചത്? 2016 LDF അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ നാടിൻ്റെ ഈ ദുരവസ്ഥക്ക് മാറ്റം കുറിക്കണ്ടേ എന്ന് ആലോചിച്ചു. എങ്ങനെ നിക്ഷേപ സൗഹൃദ കാര്യങ്ങളിൽ മെച്ചപ്പെട്ട അന്തരീക്ഷമുണ്ടാക്കാൻ പറ്റും? പരിശോധിച്ചപ്പോൾ ചില നിയമങ്ങൾ മാറണം, ചില ചട്ടങ്ങൾ മാറണം, മറ്റു ചില മാറ്റങ്ങൾ വരണം. എല്ലാം പൂർത്തിയാക്കി. നിയമം മാറി, ചട്ടം മാറി, മറ്റു മാറ്റങ്ങൾ പ്രാവർത്തികമായി. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ കേരളം നമ്പർ 1 എന്ന നില ആർജിച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ നാട്, നമ്മുടെ ജനങ്ങൾ. ഈ നാടിനും ജനങ്ങൾക്കും നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നതാണ് അവസ്ഥ. കാരണം അത്ര കണ്ട് പ്രത്യേകതയുള്ളൊരു നാടും ജനങ്ങളുമാണിത്. നാടിൻ്റെ ഒരുമയും ഐക്യവും, ജനങ്ങളുടെ ഒരുമയും ഐക്യവും, ആ ഒരു നാടിന് എന്തും നേടാനാകും. അതാണ് നമ്മുടെ അനുഭവം തെളിയിക്കുന്നത്. ഇപ്പോൾ വലിയ തോതിൽ നമ്മുടെ നാടിൻ്റെ വ്യാവസായിക രംഗത്ത് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ടൂറിസം മേഖല വലിയ മാറ്റങ്ങളുണ്ടാകുന്നു. IT മേഖല, നമ്മുടെ യുവാക്കൾ നല്ലതുപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ് IT മേഖലയുടെ വളർച്ച. ഇവിടെ വലിയ കുതിച്ചുചാട്ടം IT മേഖലയിലുണ്ടായിരിക്കുന്നു. 2016 ഇപ്പോഴും താരതമ്യപ്പെടുത്തിയാൽ കാണാൻ സാധിക്കുക, 2016 IT പാർക്ക് വഴിയുള്ള കയറ്റുമതി 9,753 കോടി രൂപയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2023 അത് 9,753 നിന്ന് 20,000 കോടി രൂപയായി വർദ്ധിച്ചു. വലിയ മാറ്റം. സർക്കാർ IT പാർക്കുകളിലുണ്ടായിരുന്ന കമ്പനികളുടെ എണ്ണം 2016 640 ആയിരുന്നു. 640ൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ അത് 10,106 കമ്പനികളാണ്. ലോകപ്രശസ്തമായ കമ്പനികളെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ മാറ്റം IT രംഗത്ത് സംഭവിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ വലിയ പങ്കാണ് IT മേഖല വഹിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് രംഗം, സ്റ്റാർട്ടപ്പിൻ്റെ ഒരു പറുദീസയായി കേരളം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ 300 ഉണ്ടായിരുന്ന സ്റ്റാർട്ടപ്പുകൾ ഇപ്പോഴത് 5,500 വർദ്ധിച്ചിരിക്കുകയാണ്. വലിയ മാറ്റം ഈ രംഗങ്ങളിലെല്ലാം സംഭവിക്കുകയാണ്. 2026 15,000 സ്റ്റാർട്ടപ്പുകളാണ് നാം ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായി 1,00,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത്.